Hello. So I watched Enola Holmes, starring Millie Bobby Brown. മില്ലി ബോബി ബ്രൗൺ സ്ട്രേഞ്ചർ തിങ്സിലെ നമ്മുടെ 11 മെയിൻ ക്യാരക്ടർ. അത് കണ്ടിട്ടുള്ളവർ എന്തായാലും ഇലവൻ്റെ ഒരു ഫാനായിരിക്കാം. ഞാൻ ഇലവൻ്റെ ഒരു ഫാനായിട്ടാണ് എനോള ഹോംസ് കാണാൻ തുടങ്ങിയത് 2020. സിൻസ് ഇപ്പോൾ സെക്കൻഡ്, ഇത് തേർഡ് ഫിലിമാണ്. ഇപ്പോൾ ജൂലൈ ഫസ്റ്റിനാണ് തേർഡ് ഫിലിം നെറ്റ്ഫ്ലിക്സിൽ വന്നത്. പക്ഷേ തേർഡ് ഫിലിം കൺസിഡറിങ് ഇതിന് മുമ്പത്തെ രണ്ട് പ്രീവിയസ് ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ തേർഡ് ഫിലിം ഒരു ഓക്കേഷ് വാച്ചാണ്. ഓക്കേഷ് ആവറേജ് മൂവി. ഫസ്റ്റ് മൂവി അടിപൊളി മൂവിയായിരുന്നു. സെക്കൻഡ് വൺ ഓൾസോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു പേസ് കീപ്പ് ചെയ്ത് പോകുന്നില്ല എന്ന് തോന്നി. പിന്നെ എനോള ഹോംസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ ഒരു ഫിക്ഷണൽ പേഴ്സ്പെക്റ്റീവ്, വേറൊരു പേഴ്സ്പെക്റ്റീവാണ്. അതായത് ഷെർലക് ഹോംസ് എന്ന ഫിക്ഷണൽ ക്യാരക്ടറിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ, എനോള ഹോംസ് എന്ന സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ, അത് ആ കാലഘട്ടത്തിൽ, ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ, അതായത് ആ ഒരു ടൈം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല, ഒന്നുമില്ല. സ്ത്രീകളെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു കാലഘട്ടത്ത് ഈ ഡിറ്റക്റ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലേക്ക് വോട്ടവകാശം പോലും ഇല്ലാത്ത ഒരാളെ, ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്തിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലാണ് ഈ മൂന്ന് സിനിമയും പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ഒരു റിബല്യസ് സിനിമ അങ്ങനെയൊന്നുമല്ല, റിബല്യസ് ആണ്, അടിപൊളി. കുറേ, അതായത് ഷെർലക് ഹോംസിനെ തന്നെ എന്താ പറയുക, ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഷെർലക് ഹോംസിൻ്റെ മെയിൽ പ്രിവിലേജിനെ ചോദ്യം ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഫസ്റ്റിലാണ് സെക്കൻഡിലാണ് എനിക്ക് സെക്കൻഡിലാണ് തോന്നുന്നു. അപ്പം അങ്ങനത്തെ അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അതേസമയം അതിനൊരു ഫൺ എലമെൻ്റ് കൊടുത്തുകൊണ്ട് ഇതിലെ ക്യാരക്ടറായിട്ടുള്ള എനോള എപ്പോഴും, അതായത് നമുക്കൊരു ഓഡിയൻസ് ഇൻറ്ററാക്ഷൻ ത്രൂ ആണ് സിനിമകൾ, ഈ മൂന്ന് സിനിമകളും പോകുന്നത്. ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ എപ്പോഴും നമ്മൾ പ്രേക്ഷകനോട് ഇൻറ്ററാക്ട് ചെയ്ത് അതൊരു ഫൺ വാച്ചാണ്. പ്രത്യേകിച്ച് എനോള ആയിട്ടുള്ള മില്ലി ബോബി ബ്രൗണിൻ്റെ ഒരു പെർഫോമൻസ്, അത് ഫസ്റ്റിൽ നല്ല ക്യൂട്ടായിരുന്നു. സെക്കൻഡ് വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡായി. തേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു കോമിക് ടൈമിംഗ് ഒക്കെ പക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ശരിക്കും തേർഡിൽ സിംഗിൾ ഹാൻഡഡ്ലി ഈ മില്ലി ബോബി ബ്രൗൺ ആണ് സിനിമ കൊണ്ടുപോകുന്നത്. വേറെ ആരും നമുക്കങ്ങനെ, വേറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ ഒരുപാടുണ്ട്. അതായത് ഞങ്ങളോട് അമ്മയായിട്ട് വരുന്ന ആളുടെ ഒറിജിനൽ പേര് അറിയില്ല, ഇതിൽ യുഡോറിയോ ഹോംസ് എന്നാണ് ആളുടെ അമ്മയുടെ പേര്. പുള്ളിക്കാരത്തി ഇതേപോലെ തന്നെ ഒരു വിപ്ലവകാരിയാണ്. വിപ്ലവകാരി മീൻസ് ബൈ ഓൾ മീൻസ് വയലൻസ് ആണ്. പിന്നെ ഷെർലക് ഹോംസ് ആയിട്ട് വരുന്ന ഹെൻറി കാവലാണ് നമ്മുടെ സൂപ്പർമാൻ. പിന്നെ ട്വിക്സ്ബറി ആയിട്ട് വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ആളും നൈസാണ്. പിന്നെ ഇതിൽ മിസ്റ്റർ വാട്സൺ, അതായത് ഷെർലക് ഹോംസിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് സെക്കൻഡ് ഫിലിമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഫിലിമിൽ, തേർഡ് ഫിലിമിൽ കുറേ കൂടെ നല്ല ക്യാരക്ടറാണ്. അതർവൈസ് ഈ അമ്മയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ സൂപ്പർമാൻ പോട്ടെ, ഹെൻറി കാവിലിൻ്റെ ക്യാരക്ടറോ ഒന്നും നമുക്കങ്ങനെ ഈ തേർഡ് സിനിമയിൽ അങ്ങനെ കാണാനൊന്നുമില്ല. തേർഡ് സിനിമ ഫുൾ ഓൾ ബൈ ഈ എനോള ഹോംസിൻ്റെ ചുമലിലേറിയാണ് പോകുന്നത്. സോ ഒരു ഷെർലക് ഹോംസ് എന്ന ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു ബ്രില്യൻസിനെ ഒരു ഫീമെയിൽ പേഴ്സ്പെക്റ്റീവിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ മൂവി സീരീസ് തീർച്ചയായും കണ്ടിരിക്കാവുന്നതാണ്. വർത്ത് വാച്ചാണ്. മില്ലി ബോബി ബ്രൗണിൻ്റെ ഒരു ഫൺ, അതേസമയം നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാണാൻ താല്പര്യമുള്ളവർക്ക് എനോള ഹോംസ് എന്ന മൂവി സീരീസ് തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.